ഏറ്റവും വലിയ ആബിദായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ സാക്ഷ്യം വഹിച്ചതിൽ നിന്ന് ആയിരുന്നു സഹാബാക്കൾ കോരിയെടുത്തിരുന്നത്. അപ്പൊ സഹാബാക്കൾ അവരുടെ ഈ ഒരു അവസ്ഥ, ആത്മീയമായ അവസ്ഥ കോരിയെടുക്കുന്ന ആരെടുത്തുനിന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹിയുടെ അവസ്ഥ എന്താ? എപ്പോഴും അള്ളാഹുലായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കുന്ന സഹാബാക്കൾ ഇങ്ങനെ കോരിയെടുത്തു. അങ്ങനെ ഈ താബീഈങ്ങൾ ഈ സഹാബാക്കളുടെ ഇഖ്ലാസിനെ സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് ഈ സഹാബാക്കൾ എടുത്തുനിന്ന് അവര് കൈപ്പറ്റാൻ തുടങ്ങി അവരുടെ കഴിവിനനുസരിച്ച്. പക്ഷെ അവിടെ സഹാബാക്കളുടെ ഇഖ്ലാസിന്റെ ചെറിയ ചെറിയ കുറവുകൾ അതിൽ എന്തുണ്ടായിരുന്നു? വെളിവായിരുന്നു. സഹാബാക്കൾക്ക് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ആവാൻ പറ്റൂലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പിന്തുടർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്തുനിന്ന് സഹാബാക്കൾ കൈപ്പറ്റി. ആ കൈപ്പറ്റിയിൽ നിന്ന് താബീഈങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ സഹാബാക്കളുടേതായ കുറവുകളെ കാണാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് താബീഈങ്ങളുടെ ഇഖ്ലാസിൽ ചെറിയ കുറവുകൾ വന്നു. അപ്പൊ സഹാബാക്കളുടെ നിസ്കാരത്തിന്റെ കൈഫിയത്ത്, നിസ്കാരത്തിന്റെ രൂപത്തിലും ഒക്കെ ഇവരും നിസ്കരിക്കാൻ തുടങ്ങി. എന്നാൽ മുഷാഹദയുടെ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിന്റെ മക്കാമിൽ നിൽക്കുന്നതിന്റെ പരിപൂർണത അവരിൽ കുറഞ്ഞു. അതായത് സഹാബാക്കൾ എങ്ങനെയായിരുന്നു അത് നിൽക്കുന്നത്, ആ രൂപത്തിൽ ഇവർക്ക് നിൽക്കാൻ പറ്റിയില്ല. കാരണം അവർ സഹാബാക്കളെ കാണുന്നത്, സഹാബാക്കൾ കണ്ടത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർ നോക്കുന്ന സ്ഥലത്തിന്റെ വ്യത്യാസം കൊണ്ട് അവരിൽ കുറവുകൾ വരാൻ തുടങ്ങി. എന്നാൽ താബീഈങ്ങൾ അവര് വസ്ത്രം അണിയിപ്പിച്ചു. ആരെ? താബീഈങ്ങളെ. ബഅദഹുല്ലതിഹിം, അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന്, അവര് സഹാബാക്കളിൽ നിന്ന് അണിഞ്ഞ ഈ വസ്ത്രങ്ങളിൽ നിന്ന് ചിലത് അവരെന്ത് ചെയ്തു? താബീങ്ങൾക്ക് കൊടുത്തു. പക്ഷെ അങ്ങനൊക്കെ അവർക്ക് ആയിരുന്നെങ്കിലും ഈ താബീങ്ങളിൽ ചിലർ ദുനിയാവിന്റെ സുഖങ്ങളിലേക്ക് മുഴുകിയതായിട്ട് അവർക്ക് കാണാമായിരുന്നു. താബീങ്ങൾ സഹാബാക്കളിനടുത്ത് സ്വീകരിച്ചപ്പോൾ അവർക്ക് ദുനിയാവിന്റെ ലദ്ദാത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സഹാബാക്കളുടെ അത്ര പൂർണ്ണത അവരിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർ സ്വീകരിച്ച് സഹാബാക്കളിൽ നിന്നായതുകൊണ്ട്. എന്നാൽ സഹാബാക്കൾ വിശ്വാസങ്ങൾ എടുത്ത് സ്വീകരിച്ചതായതുകൊണ്ട് അവർ പൂർണ്ണത കാണുമായിരുന്നു. എന്നാൽ താബീങ്ങളുടെ അവസ്ഥ എന്താണ്? താബീങ്ങളുടെ അടുത്ത് സ്വീകരിച്ചപ്പോൾ അവരിൽ ചില ആളുകൾക്ക് ദുനിയാവിന്റെ ലദ്ദത്തിലേക്കുള്ള, ദുനിയാവിന്റെ സന്തോഷങ്ങളിലേക്കുള്ള ഒരു ചായ്വ് ഇവർക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനൊക്കെ ആയിരുന്നെങ്കിലും ഈ താബീങ്ങൾക്ക് ഈ കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ഇസ്ലാം എന്ന് പറയുന്നത് പിൽക്കാലത്തുള്ള ആളുകളെ ഇസ്ലാം കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഉന്നതമാണ്. പിന്നെ ഇസ്ലാമിന്റെ ഫത്ഹുകൾ വർദ്ധിച്ചു. അതായത് ഇസ്ലാം വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പടരാൻ തുടങ്ങി. പല രാജ്യങ്ങളും ഇസ്ലാം കീഴ്പ്പെടുത്തി. അങ്ങനെ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ട് എത്തിയപ്പോ ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്കായിട്ട് വന്നു. അതിൽ ആ ഭരണ സംവിധാനത്തിന്റെ കീഴിലായിട്ട് ഹാക്കിമുകൾ വന്നു, വിധികർത്താക്കളായ ആളുകൾ വന്നു, ജഡ്ജിമാർ വന്നു, പിരിവുകാർ വന്നു, ടാക്സ് പിരിക്കുന്ന പിരിവുകാർ വന്നു, വാവുനും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയായി. അങ്ങനെ ഈ ഒരു സംവിധാനം വികസിച്ചപ്പോ ഇതൊരു ഖിലാഫത്തിൽ നിന്ന് മാറി ഒരു കഠിനമായ ഭരണമായി മാറി, രാജഭരണമായി മാറി. ആദ്യം ഇത് ഖിലാഫത്ത് ആയിരുന്നു. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഇത് ഖിലാഫത്തായിരുന്നു. ഈ ഖിലാഫത്തിൽ നിന്ന് മാറി അതെന്തായി? ഒരു കഠിനമായ രാജഭരണത്തിന്റെ തലത്തിലേക്ക് മാറി. എന്തുകൊണ്ടാണ് മാറിയത്? ഇസ്ലാം വികസിച്ചപ്പോഴും പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലാവുകയും അതിലൊക്കെ ഉദ്യോഗസ്ഥന്മാരും ആളുകളൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിത്തീർന്നത്. എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ഖിലാഫത്തിന്റെ ആളുകൾ വഫാത്തായതിനു ശേഷം അങ്ങനെ ഈ ഭരണം, ഇസ്ലാമിന്റെ ഭരണം അതിന് അർഹതപ്പെട്ടവരിൽ നിന്ന് എടുക്കപ്പെട്ടു. അതായത് അർഹതപ്പെട്ടാത്ത ആളുകൾ അതിലെത്തിച്ചേർന്നു. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഈ ഭരണത്തിന് വേണ്ടി അവർ മത്സരിച്ചിരുന്നത് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ലാ ഗൈറ, മറ്റൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ലിഅൻഫുസിഹിം, അവരുടെ നഫ്സിൽ നിന്നൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്ലാമിന്റെ 4-ാമത്തെ നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള മത്സരം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ നഫ്സിന്റെ താല്പര്യങ്ങളുടെ മുകളിലുള്ള മത്സരമായിരുന്നു. എന്നാൽ സഹാബാക്കളും അവരിൽ നിന്ന് സ്വീകരിച്ചവരും പൂർണ്ണമായും ഈ നഫ്സിന്റെ ചിന്തകളിൽ നിന്നും പൂർണ്ണമായി നഫ്സിന്റെ താല്പര്യങ്ങളിൽ നിന്നും ഒഴിവായവരായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്?
അള്ളാഹു അദബ് പഠിപ്പിച്ചവരിൽ നിന്ന് അവർ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അദബ് പഠിപ്പിച്ച ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബാക്കൾ സ്വീകരിച്ചതുകൊണ്ടാണ്. അപ്പോൾ പിന്നീടുള്ളവരാവട്ടെ എന്ത് ചെയ്തു? അതിൽ അത്യാഗ്രഹങ്ങൾ വന്നു. അവർക്ക് ഈ അദബ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചവരോ അവരിൽ നിന്ന് സ്വീകരിച്ചവരോ പോലെ ആയില്ല. അവരിൽ അത്യാഗ്രഹങ്ങൾ വന്നു. അങ്ങനെ അവരുടെ ഹൃദയം മലിനമാകാൻ തുടങ്ങി. അത് വൃത്തികേടായി. ആ ഹൃദയത്തില് വൃത്തികേടുകളും അയക്കുകളും വരാൻ തുടങ്ങി. ഈ വൃത്തികേടുകളും അയക്കുകളും എന്തായിരുന്നു? ഇബ്ലീസിന്റെ മാലിന്യത്തിൽപ്പെട്ടതും ഇബ്ലീസ് വസിക്കുന്ന സ്ഥലങ്ങളുമായിരുന്നു. അങ്ങനെ ഈ ആദ്യ കാലഘട്ടത്തിലെ അവസ്ഥയ്ക്ക് ശേഷം മറ്റുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുകളും വൃത്തികേടുകളും ദുനിയാവിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ആവുന്ന അയക്കുകളും വൃത്തികേടുകളും വരാൻ തുടങ്ങി. അവര് രാജഭരണത്തിന് വേണ്ടി കൊതിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അയക്കുകൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടി. ആ അയക്കുകളിലാണ് ഇബ്ലീസ് വസിച്ചിരുന്നത്. അവരുടെ നഫ്സുകള് ദുനിയാവിനെ കൊതിക്കുകയും അതിന്റെ ആളുകളെ സ്നേഹിക്കുകയും ചെയ്തു. അവർ വെച്ചു റാസമാലി അവരുടെ സമ്പത്തിന്റെ ഉന്നതമായ അവസ്ഥനെ, വറഅസ ഇജിഹിം അതുപോലെ തന്നെ അവരുടെ അഭിമാനത്തിന്റെ ഉന്നതമായ അവസ്ഥനെ, ഇബാദത്തുൽ ബത്നി വൽ ഫറജ് അവരുടെ വയറിനെയും അവരുടെ ലൈംഗിക അവയവത്തിനെയും ആരാധിക്കുന്ന അവസ്ഥയിൽ. അപ്പൊ ആ ആളുകൾ എന്തിനു വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത്? ഭക്ഷണം കഴിക്കാനും ഇണചേരാനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതിന്റെ ശ്രദ്ധയിലേക്കും അതിന്റെ സ്നേഹത്തിലേക്കും പോകുന്ന ഒരവസ്ഥയെ ആയി മാറി ഈ ഹിജറ 4-ാം നൂറ്റാണ്ടിലെ ഒരവസ്ഥ. അങ്ങനെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകലാൻ തുടങ്ങി. അങ്ങനെ ഹൃദയം കട്ടിയാവുകയും ചെയ്തു. എന്നാൽ സലഫ് സാലിഹ്യങ്ങളായ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുമല്ലോ സാലിഹ്യങ്ങള്. അപ്പൊ സലഫ് സാലിഹ്യങ്ങളായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിസീങ്ങള് എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. അലാ ദഹാബ് റൂഹുദ്ദീൻ, ദീനിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയതിൽ അവർ കരയാൻ തുടങ്ങി. ആ റൂഹിന്റെ ആത്മാവ് എന്തായിരുന്നു? അത് ഇഖ്ലാസാണ്. ഹക്കിന്റെ രാജാവാകുന്ന ഹക്കിന്റെ സാന്നിധ്യത്തിൽ അവന് വേണ്ടി മാത്രമായി ഇബാദത്ത് കഴിയുക എന്നുള്ളതായിരുന്നു ആ ഒരു കാര്യം, ആ റൂഹ്. അപ്പൊ ആ ഇഖ്ലാസും അള്ളാഹുവിന്റെ ഇബാദത്തിലും അള്ളാഹിന്റെ ഇഷ്ടത്തിനും വൈപ്പെട്ട പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയുമായിരുന്നു ദീനിന്റെ ആത്മാവെന്ന് പറയുന്നത്. ഈ ദീനിന്റെ ആത്മാവ് ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ സമയങ്ങളൊക്കെ ആയപ്പോൾ പോകാൻ തുടങ്ങി. ഇതില് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉന്നതരായ സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികൾ അതിൽ വേദനിക്കുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്തിരുന്നു.